ഇഡി ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മറുപടി നൽകാൻ സാവകാശം തേടിയതിൽ വിജിലൻസിനെ കോടതി വിമർശിച്ചു. അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ മറുപടി നൽകണം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. രേഷ്മ തുടരുന്നുണ്ട്. രേഷ്മ, ഈ കേസിന്റെ വിവരങ്ങൾ എന്താണ്? ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച സമയത്താണ് ഹൈക്കോടതി ചില വിമർശനങ്ങൾ വിജിലൻസിന് നേരെ ഉന്നയിച്ചത്. അതായത് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ഹൈക്കോടതി വിജിലൻസിനോട് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ 3 ആഴ്ചക്കിടയിൽ ഇതുവരെ മറുപടി നൽകാനായിട്ട് വിജിലൻസിന് സാധിച്ചിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഹൈക്കോടതി കേസ് ഡയറി അടക്കം ഹാജരാക്കാനായിട്ട് വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് 3 ആഴ്ചയോളം ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ശേഖർ കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് കൈക്കൂലി കേസിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഏതുവരെ എത്തി, അതോടൊപ്പം തന്നെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. വീണ്ടും ഇന്ന് ഈ ഒരു മറുപടി നൽകാനായിട്ട് വിജിലൻസ് സാവകാശം തേടിയിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഹൈക്കോടതി വിമർശന രൂപേണ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളതും. ഇഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒന്നാം പ്രതി, അതായത് ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശേഖർ കുമാർ ഈ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ാം പ്രതിയാണ്. കേസുകൾ ഒതുക്കി തീർക്കാൻ, ഇഡിയുടെ കേസുകൾ ഒതുക്കി തീർക്കാനായിട്ട് ശേഖർ കുമാർ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് വിജിലൻസിന്റെ കേസ്. ഈ കേസിൽ നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ട് വിജിലൻസിന് സാധിച്ചിരുന്നില്ല. എന്തായാലും അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഡയറി അടക്കം വിജിലൻസ് ഹാജരാക്കണം. അതുകൂടാതെ തന്നെ ഈ ഹർജിയിന്മേൽ, മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ശേഖർ കുമാറിനെതിരായിട്ടുള്ള തെളിവുകൾ സംബന്ധിച്ചുള്ളത് ഉൾപ്പെടെയുള്ള, അതായത് എന്തൊക്കെ തെളിവുകളാണ് ശേഖർ കുമാറിനെതിരെ ഉള്ളത്, അത് അടങ്ങുന്ന വിശദമായിട്ടുള്ള മറുപടി സത്യവാങ്മൂലം വിജിലൻസ് ഹാജരാക്കണം, സമർപ്പിക്കുകയും വേണം. എന്തായാലും അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മാറ്റിയിട്ടുണ്ട്. ശരി രേഷ്മ.